അമേരിക്കയുടെ സൈനിക ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിനെ തള്ളിയ അദ്ദേഹം ഇറാന്റെ മേൽ കീഴടങ്ങൽ അടിച്ചേൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതകൾ നിലനിൽക്കുമ്പോഴും തങ്ങളുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ഭീഷണികൾ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് ഇറാഖ് പ്രധാനമന്ത്രിയോട് ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടതായി പെസഷ്കിയാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിൽ അയൽ രാജ്യങ്ങളുടെ സജീവമായ പങ്കാളിത്തം ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത്. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപ്പിലാക്കുന്ന പുതിയ സുരക്ഷാ പദ്ധതികൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കുള്ള ആയുധ നീക്കവും മറ്റും തടയുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കിയതോടെ ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. സമാധാന നീക്കങ്ങൾക്ക് ഈ ഉപരോധം വലിയൊരു തടസ്സമായി തുടരുകയാണ്. എങ്കിലും സമാധാന ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകാനായി ഹോർമുസ് കടലിടുക്ക് ലക്ഷ്യമിട്ടുള്ള പ്രോജക്ട് ഫ്രീഡം എന്ന സൈനിക നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ തീരുമാനം പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ നേരിയ തോതിലുള്ള അയവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് നയതന്ത്ര ലോകം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശാക്തിക പോരാട്ടം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചും ഇറാനെതിരായ നീക്കങ്ങളിൽ വൻ സൈനിക വിജയം നേടിയ പശ്ചാത്തലത്തിലുമാണ് ഈ തീരുമാനമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സമുദ്ര പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചാലും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധം പൂർണ്ണ ശക്തിയോടെ തുടരുമെന്ന് ട്രംപ് ആവർത്തിച്ചു. പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ വിദേശ കപ്പലുകളെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനാണ് പ്രോജക്ട് ഫ്രീഡം ആരംഭിച്ചത്. ഈ കപ്പലുകളിലെ ജീവനക്കാരെ നിഷ്കളങ്കരായ കാഴ്ചക്കാർ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവർ നേരിടുന്ന ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും ക്ഷാമം പരിഹരിക്കാനുള്ള മാനുഷികപരമായ ഇടപെടലായാണ് ഈ സംരംഭത്തെ അവതരിപ്പിച്ചത്. പ്രധാന ഷിപ്പിംഗ് റൂട്ടിലൂടെയുള്ള കപ്പലുകളുടെ സുഗമമായ സഞ്ചാരമാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഇറാനിയൻ പ്രതിനിധികളുമായുള്ള നയതന്ത്ര ചർച്ചകൾ ഒരു പൂർണ്ണവും അന്തിമവുമായ കരാറിലേക്ക് അടുക്കുകയാണെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും കരാറിൽ ഒപ്പിടാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തുന്നതിനാണ് സൈനിക നടപടിയിൽ ഈ ചെറിയ ഇടവേള നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നയതന്ത്ര ശ്രമങ്ങൾ വിജയിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഈ കാലയളവ് സഹായിക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം കരുതുന്നു. അതേസമയം ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിവരുന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിച്ചതായും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ചു. 2 മാസത്തിലേറെ നീണ്ടുനിന്ന സൈനിക സംഘർഷത്തിന് ഇതോടെ അന്ത്യമായെന്നും നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ കൈവരിച്ചതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക സമാധാനത്തിന്റെ പാതയാണ് ആഗ്രഹിക്കുന്നതെന്നും ഇറാൻ ഒരു കരാറിന് തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റൂബിയോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.